വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു ഹോസ്പിറ്റൽ പാക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു 3rd ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടല്ല, ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നേരെ എന്തായാലും നമ്മുടെ വീട്ടിലോട്ടായിരിക്കുമല്ലോ പോകുന്നത്, എൻ്റെ വീട്ടിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് സാധനം കൂടെ വേണം. അപ്പം അതും എനിക്ക് കണ്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ തന്നെ വേണമല്ലോ. അപ്പം ഞാൻ അതും കൂടെ കുറച്ച് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാധനം മേടിക്കുന്ന സമയത്ത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ വാങ്ങിപ്പോവും. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 3rd ബാഗായിട്ട് ഞാൻ ചെയ്തു വെക്കുവാണ്. അത് ഞാൻ കൊണ്ടുപോകും, കാറിൽ തന്നെ വെക്കും. ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചില്ലെങ്കിലും പോകുന്ന വണ്ടിയിൽ തന്നെ വെച്ചേക്കാം എന്ന് ഞാൻ കരുതുന്നത്. പിന്നെ ഹസ്ബൻഡിന് വീട്ടിൽ വന്നിട്ട് അത് പാക്ക് ചെയ്ത് എടുക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതും കൂടെ ഞാനങ്ങ് പാക്ക് ചെയ്ത് വെച്ചിരുന്ന അത്രത്തോളം ആവും. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നവർ, കാണാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ ഒന്ന് കയറി കാണുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പറ്റുമെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കയറി കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് അല്ല പാക്ക് ചെയ്യുന്നത്, അത് എടുത്ത് പറയുകയാണ്. ഞാൻ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ ഓൾറെഡി ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാതെ ഞാൻ 2-3 ബെഡ്ഷീറ്റ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുഞ്ഞായ നമുക്കറിയാമല്ലോ, അവർ യൂറിനൊക്കെ പാസ് ചെയ്യും, എപ്പോഴും പില്ലോ കവറും ഷീറ്റും ഒക്കെ എപ്പോഴും നന്നായിട്ട് നനയും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ബെഡ്ഷീറ്റ് ഇനി അങ്ങോട്ട് വളരെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ 2-3 ബെഡ്ഷീറ്റ് വീട്ടിലെന്തായാലും മേടിക്കുമായിരിക്കും. പക്ഷെ ഞാനും കൂടെ 2-3 ബെഡ്ഷീറ്റ് ഒരു അഡീഷണൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ടർക്കി മേടിച്ച സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ടർക്കീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് എനിക്ക് ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു ടർക്കി ആയത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതിൻ്റെ പല വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ കളർ ഇഷ്ടമായത്. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തുണിയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതും അതിനോടൊപ്പം വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാമല്ലോ. അപ്പം ഞാൻ ഇതും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരു ക്യൂട്ടായിട്ട് വേറൊരു ടർക്കിയുണ്ട്. ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു ടർക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത് നല്ല ക്യൂട്ടാട്ടോ. എന്താ ഇങ്ങനെ വരും, ഇതിനകത്തൊക്കെ ബേബി ഇരിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. നമ്മളിങ്ങനെ കാത്തിരിക്കുകയില്ല അവരെങ്ങനെ ആയിരിക്കും എന്നൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, ഇത്രയും കളർഫുള്ളായിട്ടൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് വെച്ച്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതിനകത്ത് ബാത്തിങ് ടവൽ ഓൾറെഡി ഞാൻ ഹോസ്പിറ്റൽ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ടർക്കിയും കൂടെ മേടിച്ചിട്ടുണ്ട്. ഇത് പ്ലെയിനായിട്ട് വൈറ്റ് കളറിൽ പ്ലെയിനായിട്ടുള്ളൊരു ബാത്തിങ് ടവലാണ് ബേബീൻ്റെ. പിന്നെ ഇത് നമ്മുടെ ക്യാപ്പ് വരുന്ന ടർക്കി. ഇതിൻ്റെ ഒരു 2 കളർ ഞാൻ ഹോസ്പിറ്റൽ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂവും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ്, പിങ്കാന്ന് തോന്നുന്നു, അങ്ങനെ ഷെയ്ഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു ക്രീം കളർ, ഈ ഒരു ക്രീം ബ്രൗൺ കളർ എന്നൊക്കെ പറയല്ലേ, ഇങ്ങനൊരു കളറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ടുപോകണം. പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഡ്രൈ ഷീറ്റ് ഒരു 3 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്ക് ഈ ലാർജിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോസ്പിറ്റലിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം, അതേപോലെ ഒരു സ്മോൾ സൈസാണ്, പിന്നെ ലാർജ് സൈസ്. അപ്പോൾ ഞാൻ വീട്ടിൽ ബെഡിൽ നമുക്ക് എന്തായാലും കുറച്ച് വിശാലമായിട്ട് ഇടണമല്ലോ. അപ്പോൾ ലാർജ് സൈസ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ കുഞ്ഞിനെ കുളിപ്പിക്കണം. നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് കുറച്ച് സേഫായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് വാങ്ങിച്ചൊരു ഒരു പ്ലാസ്റ്റിക്, എന്ത് മെറ്റീരിയലെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പക്ഷെ ഭയങ്കര സോഫ്റ്റാണ്. കുഞ്ഞിന് ശരീരമൊന്നും വേദനിക്കത്തില്ല. ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു സ്പോഞ്ച് പോലത്തെ ഒരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയില്ല. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയൽ. അപ്പോൾ ഇത് കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് എണ്ണയൊക്കെ തേച്ച് കിടത്താനായാലും നമുക്കിങ്ങനെ ഓയിൽ മസാജൊക്കെ ചെയ്ത് കിടത്തിയിട്ട് നമുക്കിതിനകത്ത് കുളിപ്പിച്ച് കിടത്തിയിട്ട് എടുക്കാം. ഇപ്പോൾ കുളിപ്പിക്കാനൊക്കെ വേറെ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ നമുക്ക് ഓയിലൊക്കെ ചെയ്ത് കുഞ്ഞ് കൈയും കാലും ഒന്ന് എടുക്കാനായിട്ടും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇതൊന്നല്ല. അപ്പോൾ ഇതും ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന സാധനമാണേ. പിന്നെ അതുപോലെ ഞാൻ അതിനകത്ത് ഏകദേശം ഒരു ജബലാസ്, കുഞ്ഞിന് വേണ്ടിയുള്ള ജബലാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ജബലാസ് കാര്യങ്ങളും പിന്നെ 1-2 ഫുൾ കവേർഡായിട്ടുള്ള ഡ്രസ്സും എടുത്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ എല്ലാം ഫുള്ള് ജബലാസ് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞിനിടാനായിട്ട് ഞാൻ അല്ലാത്ത കുറച്ച് ഡ്രസ്സും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, 1-2 കാണിച്ചു തരാം. ഒന്ന് ഇങ്ങനെ വരുന്നത്, നല്ല ഫുള്ള് കൈ വരുന്ന നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞുടുപ്പ് കേട്ടോ.
എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞ് പാൻറ്റീസ് വരുന്ന കുഞ്ഞ് വേറൊരു ഉടുപ്പും കൂടെ കാണിച്ചു തരാം. ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഉടുപ്പാട്ടോ കേട്ടോ. നമുക്ക് ബോയ് ആണോ ഗേളാണോന്ന് അറിയാൻ വയ്യ, എങ്കിൽ കൂടി ഞാൻ ഇങ്ങനത്തെ രണ്ടൊന്ന് കുഞ്ഞുടുപ്പ് നമുക്ക് പിന്നെ നല്ല കുത്തിവയ്പ്പിനൊക്കെ പിന്നെ ഹോസ്പിറ്റലൊക്കെ പെട്ടെന്നൊക്കെ വരേണ്ടി വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ 1-2 ഉടുപ്പ് ചെറിയ കുഞ്ഞു ഉടുപ്പും കൂടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിന്നെ കുഞ്ഞിന് മാറാൻ ഡ്രസ്സില്ലാതെ പിന്നെ അന്നേരം പോയി മേടിക്കുക, അതൊക്കെ കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത്, ഞാൻ ഓൾറെഡി ഒരു 4 നൈറ്റി ഹോസ്പിറ്റൽ ബാഗിലോട്ട് പിന്നെ ലേബർ റൂമിലേക്കുള്ള ആവശ്യത്തിന് ഒരു നൈറ്റിയും എടുത്തിട്ടുണ്ട്. 5 നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഒരു 2 നൈറ്റിയും കൂടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ നൈറ്റി ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ആവശ്യത്തിന് നമുക്ക് എന്തായാലും പേര് നമുക്ക് കുറച്ച് അടുത്തേക്ക് നൈറ്റീസേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നൈറ്റിയും കൂടെ ഒരു 2 എണ്ണം വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അഡീഷണൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വീണ്ടും ഒരു ടർക്കി. ഇത് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ കൊള്ളാം കേട്ടോ, വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ പിന്നെ ഒരു പിങ്ക് കളറിലെ ടർക്കി അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് പിന്നെ 2 കുഞ്ഞുടുപ്പുകൾ. ഇതൊരു ഗ്രീൻ കളർ ജവലാണ് കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി അതൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രസ്സ് എടുക്കാൻ ചെയ്തപ്പോൾ എനിക്ക് കളർ ഒരു പിസ്ത ഗ്രീൻ കളറാട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ പിന്നെ അതും കൂടെ കഴുകി പിന്നെ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കണ്ട, വീട്ടിൽ കൊണ്ടുവന്ന് ബാഗിൽ വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു കുഞ്ഞ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. പിന്നെ ഞാൻ അന്ന് നമുക്ക് ഫുൾ കവറായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അത് ഹോസ്പിറ്റലിലേക്ക് ഒരു 3 എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് ഞാൻ 2-3 പീസും കൂടെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ബ്ലൂ കളറും കൂടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കുഞ്ഞിനെ കൊണ്ട് പിന്നെ വരണമെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നല്ല തണുപ്പ് സമയത്ത് ഇട്ട് കൊടുക്കാനൊക്കെ നല്ലതല്ലേ. അതാകുമ്പോൾ അത് ഫുള്ള് കവറായിട്ടിരുന്നോളും. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. 2 എണ്ണം അത് ഞാൻ കൊണ്ടുവേണ്ടി എടുത്താണ്. ഇതെല്ലാം നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ തന്നെ അതാണ്ട് ഇത് നമ്മുടെ കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ള സ്ലീപ്പിംഗ് ക്യാരി ബാഗ് ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി അതിനകത്ത് ഇതിൻ്റെ സെയിം ഇങ്ങനെ വരുന്നൊരു മെറ്റീരിയലും പൂപ്പീസിൽ നിന്ന് വാങ്ങിച്ചതും പിന്നെ അല്ലാതെ ഒരു ബ്ലാങ്കറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടൊരു മെറ്റീരിയലാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് എടുത്ത് വെച്ചത്. ഇത് പിന്നെ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മാറ്റി ഇച്ചിരി വെയിലൊക്കെ കൊള്ളിച്ച് നമുക്ക് എടുക്കാമല്ലോ. കാരണം ഈ ഒരു സംഭവത്തിൽ കുഞ്ഞിനെ തക്കാലം 3 മാസത്തേക്കൊക്കെ എപ്പോഴും കിടത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് അഫോർഡബിൾ പ്രൈസിൻ്റെ സാധനം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ക്യാഷൊന്നും ചിലവാക്കിയിട്ടില്ല. പൂപ്പീസിന് മേടിച്ചാൽ 2 സാധനം കുറച്ച് നല്ല ക്യാഷ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് 2 എണ്ണം ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ കൂടെ നിർബന്ധമായിരുന്നു. ഇതാകുമ്പോൾ എപ്പോഴും കുട്ടി കുറച്ച് സേഫായിട്ടിരിക്കുമല്ലോ, കുഞ്ഞിനോട് സുഖമായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 2 കളർ, ഒരു ബ്ലൂവും ഒരു പിങ്കും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോകാം എന്ന് വെച്ച് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ അതുകൂടാതെ എൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന എൻ്റെ മദറും എൻ്റെ ഹസ്ബൻഡും ആയിരിക്കും എന്തായാലും. അപ്പം ഹസ്ബൻഡിന് വേണ്ടിയുള്ള 1-2 സാധനം കൂടെ ഞാനായിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ്. ഇത് ഞാൻ തൻ്റെ പൂപ്പീസിൻ്റെ ഒരു വൈപ്സും എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അല്ല പല ബ്രാൻഡ് കുഞ്ഞിനെ മാറ്റി ഉപയോഗിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ വാട്ടർ വൈപ്സ് കിട്ടിയ സമയത്ത് 99% വാട്ടർ വൈപ്സ് കിട്ടിയ സമയത്ത് ഞാൻ ഇതെടുത്ത് മാറ്റി വെച്ച് കൊണ്ടുപോകുന്നില്ലെന്ന് വെച്ചാൽ എന്നാലും ഞാൻ അത്യാവശ്യം എനിക്കെങ്കിലും യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പൂപ്പീസിന് നല്ല ബ്രാൻഡ് തന്നെയാണ്. പക്ഷെ ഞാൻ മറ്റേ വാട്ടർ വൈപ്സ് 99% വാട്ടർ വൈപ്സ് കിട്ടിയപ്പോൾ എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത്രയും കുറച്ച് സാധനം ഞാൻ അഡീഷണൽ വാങ്ങിച്ചത് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. ചിലപ്പോൾ അതിനകത്ത് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് ചെയ്തതിനകത്ത് ആഡ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മേടിക്കാമല്ലോ. അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. ഇത് ഞാൻ അഡീഷണൽ മേടിച്ച സാധനങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്തും എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ അത്യാവശ്യം വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മറ്റേത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്നുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എഴുതി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാം. അപ്പോൾ ഞാനിനി ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥനയിലിരിക്കുകയാണ്. നോർമൽ ഡെലിവറി കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. C-സെക്ഷൻ ആയാലും നമ്മൾ സേഫായിട്ടിരിക്കുക എന്നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാലോ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഷെയർ ചെയ്യുക. പ്രഗ്നൻസി ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോ ചെയ്തത് നിങ്ങൾ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.